A warm and hearty welcome to all the vocational higher secondary commerce students. Today we are going to deal with the subject management. എല്ലാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റ് എന്നുള്ള വിഷയമാണ്. As you know, the management score is in 80 marks and you have to study 9 chapters. 80 മാർക്ക് സ്കോറാണ് മാനേജ്മെൻറ്റിനുള്ളത്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് 9 പാഠങ്ങളാണ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് ചാപ്റ്റർ എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള സാമ്പത്തിക പരിസ്ഥിതി എന്ന പാഠമാണ്. ലെറ്റ് us discuss the term economic environment. This term economic environment consists of two terms, that is economics and second one is environment. നമ്മൾ ഈ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നുള്ള പദം കേൾക്കുമ്പോൾ അതിൽ തന്നെ രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തികം, രണ്ട് എൻവയോൺമെൻറ്റ് അഥവാ പരിസ്ഥിതി. ലെറ്റ് us first discuss about the term environment. ആദ്യം നമുക്ക് എൻവയോൺമെൻറ്റ് അഥവാ പരിസ്ഥിതി എന്താണെന്നുള്ളത് കേൾക്കാം. എൻവയോൺമെൻറ്റ് മീൻസ് ദ സറൗണ്ടിങ് ഇൻ വിച്ച് വി ലിവ്. എൻവയോൺമെൻറ്റ് മീൻസ് ദ സറൗണ്ടിങ് ഇൻ വിച്ച് വി ലിവ്. നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ പരിസ്ഥിതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വാട്ട് ക്യാൻ ബി ടേംഡ് as ബിസിനസ് എൻവയോൺമെൻറ്റ്. നമുക്ക് എന്തിനെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കാൻ സാധിക്കുക? അതിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള പദത്തിൽ തന്നെയുണ്ട് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ദ സറൗണ്ടിങ് ഇൻ വിച്ച് ബിസിനസ് എക്സിസ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്ന പരിസ്ഥിതിയെയാണ് ബിസിനസ് പരിസ്ഥിതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് എക്കണോമിക് എൻവയോൺമെൻറ്റ്? ആൻഡ് ദിസ് ബിസിനസ് environment includes the economic environment, and the economic environment includes all those factors which affect business. എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ് പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ്. ആ ബിസിനസ് പരിസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന അല്ല ബിസിനസ്സിനെ എന്തെല്ലാം കാര്യങ്ങളാണോ ബിസിനസ്സിന് സ്വാധീനം ചെലുത്തുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ എക്കണോമിക് എൻവയോൺമെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ദിസ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് യൂഷ്വലി ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു. ബിസിനസ് എൻവയോൺമെൻറ്റിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിനെ നമുക്ക് ബിസിനസ് പരിസ്ഥിതിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ആഭ്യന്തര പരിസ്ഥിതി ഘടകങ്ങളെന്നും രണ്ടാമത്തേത് ബാഹ്യ പരിസ്ഥിതി ഘടകങ്ങളെന്നും. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി മൈക്രോ ആസ് വെൽ ആസ് മാക്രോ എൻവയോൺമെൻറ്റ്. മൈക്രോ സൂക്ഷ്മമായിട്ടുള്ള പരിസ്ഥിതി ഘടകങ്ങളും മാക്രോ അല്പം അല്ലെങ്കിൽ സ്ഥൂലമായിട്ടുള്ള പരിസ്ഥിതി ഘടകങ്ങളെന്നും പറഞ്ഞ് നമുക്കതിനെ തരംതിരിക്കാം. ആൻഡ് ദിസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് കംപ്രൈസസ് ഓഫ് പെസ്റ്റൽ. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പെസ്റ്റൽ ആണ്. ദാറ്റ് മീൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ecological and legal factors. It can be coined as pestel. PESTEL. pestel എന്നാണ് ഈ പദത്തെ നമ്മൾ വിളിക്കുന്നത്. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ഇക്കോളജിക്കൽ ആൻഡ് ലീഗൽ. And the internal environment comprises of the customers, the suppliers, the competitors, etc. We discussed the topic what is environment. Then we discussed about what is economic environment. Environment is the surrounding in which we live. Business environment refers to the surrounding in which business exists. And economic environment refers to all those factors which affect the business, all those economic factors that affect the business. And there are certain basic concepts which relates to the economic environment. And these basic concepts comprises of the following two. ഇവിടെ നമ്മൾ എന്താണ് സാമ്പത്തിക പരിസ്ഥിതി എന്ന് കേട്ടു. ഒരു ബിസിനസ്സിനെ സാമ്പത്തികപരമായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ചില പ്രധാന ആശയങ്ങളുണ്ട്. ആ രണ്ട് ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ദീസ് ടു കൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ഇസ് ദ എക്കണോമിക് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ എക്കണോമിക് പോളിസീസ്. ആൻഡ് ദ എക്കണോമിക് സിസ്റ്റം കംപ്രൈസസ് ഓഫ് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. പ്രധാനമായും ഈ ബേസിക് കൺസെപ്റ്റ്സിനകത്ത് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള
എക്കണോമിക് എൻവയോൺമെൻറ്റ് ആശയങ്ങളിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എക്കണോമിക് സിസ്റ്റം, രണ്ട് എക്കണോമിക് പോളിസീസ്. അതിൽ എക്കണോമിക് കണ്ടീഷൻസിനകത്ത് വരുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് ദി ക്യാപിറ്റലിസം, second one is socialism, and third one is the mixed economy. Now we are going to think about what this capitalism, socialism and mixed economy is. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പദങ്ങൾ. ക്യാപിറ്റലിസം അല്ലെ മുതലാളിത്തം, സോഷ്യലിസം, സോഷ്യലിസം തന്നെയാണ് അതിൻ്റെ മലയാളം. അതോടൊപ്പം തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ, അതാണ് മിക്സഡ് എക്കോണമി കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കതെന്താണ് എന്നുള്ളത് ചിന്തിക്കാം. ഫസ്റ്റ് വൺ ഇസ് ക്യാപിറ്റലിസം. Capitalism refers to the system which is controlled by capitalist. മുതലാളിമാർ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. Here the production, distribution, everything is being controlled by the capitalist groups. ഈ ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പാണ് എന്ത് നിയന്ത്രിക്കുന്നത്? ഉൽപാദനവും നിയന്ത്രണവും. ഉൽപാദനം മാത്രമല്ല വിതരണത്തിൻ്റെ ഒക്കെ നിയന്ത്രണം അവരുടെ കൈകളിലൂടെയാണ് നടക്കുന്നത്. ആൻഡ് സച്ച് കൺട്രീസ് ഇൻ ദ വേൾഡ് ഇൻക്ലൂഡ് USA, UK, ജപ്പാൻ എക്സെട്ര. USA, അമേരിക്ക, UK, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ മുതലാളിത്ത രാജ്യങ്ങളാണ്. അതിൻ്റെ കാരണം ഇതാണ്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ഉൽപാദനവും വിതരണവും ഒക്കെ മുതലാളിമാരാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുതലാളിത്ത വ്യവസ്ഥിതി എന്നും അറിയപ്പെടുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദി സോഷ്യലിസം. എന്താണ് സോഷ്യലിസം? ഇൻ സോഷ്യലിസം ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ ബീങ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ് ആണ് ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തുന്നത്. ഉൽപാദനവും വിതരണപരമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ് ആണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് എക്സാമ്പിൾസ് ആർ ചൈന, ക്യൂബ, USSR എക്സെട്ര. ചൈന, ക്യൂബ, USSR മുതലായ രാഷ്ട്രങ്ങളാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലുള്ള രാജ്യങ്ങൾ. ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത, അത്തരത്തിലുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക വ്യവസ്ഥിതി നിയന്ത്രിക്കുന്നത് എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ മിക്സഡ് എക്കോണമി. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥിതി? ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. എ സിസ്റ്റം ഓർ ആൻ എക്കണോമിക് സിസ്റ്റം വെയർ ബോത്ത് ദിസ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എക്സിസ്റ്റ്. ക്യാപിറ്റലിസം അല്ലെ മുതലാളിത്തവും സോഷ്യലിസവും ഒരുമിച്ച് പോകുന്ന സമ്പദ് വ്യവസ്ഥിതിയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥിതി എന്നറിയപ്പെടുന്നത്. ആൻഡ് ദി എക്സാമ്പിൾസ് ഓഫ് സച്ച് കൺട്രീസ് ഇൻക്ലൂഡ് ഇന്ത്യ ആൻഡ് ഓൾസോ ഫ്രാൻസ്, ഹോളണ്ട് എക്സെട്ര. ഇന്ത്യ, ഫ്രാൻസ്, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളാണ് മിശ്ര സമ്പദ് വ്യവസ്ഥിതിക്ക് ഉദാഹരണമായിട്ടുള്ള രാജ്യങ്ങൾ. ഇത്തരത്തിലുള്ള രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇവിടെ സ്വകാര്യ മേഖലയുമുണ്ട് ഗവൺമെൻറ് മേഖലയുമുണ്ട്. ഇവർ രണ്ടും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ എക്കണോമിക് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എക്കണോമിക് സിസ്റ്റവും എക്കണോമിക് പോളിസീസും ഉണ്ട്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എക്കണോമിക് എൻവയോൺമെൻ്റ് ആയിട്ട്. അതിൽ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ക്യാപിറ്റലിസം, രണ്ട് സോഷ്യലിസം, മൂന്ന് മിക്സഡ് എക്കോണമി. ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കും. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് ദ എക്കണോമിക് പോളിസീസ്. അടുത്തത് എക്കണോമിക് പോളിസീസ് ആണ്. എന്താണ് ഈ എക്കണോമിക് പോളിസീസ്? സാമ്പത്തികമായിട്ടുള്ള നയങ്ങളാണ്. എക്കണോമിക് പോളിസീസ് include the monetary policy or money policy, and the second one is the fiscal policy, third one is the foreign trade policy, and the next one is the licensing policy, and the other one is the technology policy, and the last one is the price policy. ആദ്യത്തേത് ധനനയം, അടുത്തത് നികുതി നയം, അടുത്തത് വിദേശ വ്യാപാര നയം, അടുത്തത് ലൈസൻസ് നയം, അടുത്തത് ടെക്നോളജി അല്ലെ സാങ്കേതിക നയം, ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ദ പ്രൈസ് പോളിസി അല്ലെ വില നയം. ഇങ്ങനെ കുറേ നയങ്ങളാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ രണ്ടെണ്ണമാണ് മോണിറ്ററി പോളിസി ആസ് വെൽ ആസ് ദ ഫിസ്ക്കൽ പോളിസി. ധനനയവും നികുതി നയവുമാണ് നമ്മൾക്കിനിയും കേൾക്കുവാനായിട്ട് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരുന്നു. വി ഹേർഡ് അബൌട്ട് ദ ടേം എൻവയോൺമെന്റ് ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ടേം ബിസിനസ് എൻവയോൺമെന്റ്. ദെൻ വി heard about the classification of business environment, that is the internal as well as external, and or the micro and the macro. And then we heard about the basic concepts of the environment, that is the economic system as well as the economic policies. And the economic systems are classified into the following three, that is capitalism, socialism and the mixed economy. And the economic policies are
the monetary policy, the fiscal policy, the foreign trade policy, the licensing policy, the technology policy as well as the price policy. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതാണ്. എക്കണോമിക് എൻവയോൺമെന്റിലാണ് തുടങ്ങിയത്. എന്താണ് പരിസ്ഥിതി, എന്താണ് ബിസിനസ് പരിസ്ഥിതി, അതോടൊപ്പം തന്നെ സാമ്പത്തിക പരിസ്ഥിതി എന്താണ്. ബിസിനസ് പരിസ്ഥിതിയെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ തരംതിരിച്ചത് ആഭ്യന്തരമെന്നും ബാഹ്യമെന്നും, അതുപോലെ തന്നെ സൂക്ഷ്മമെന്നും സ്ഥൂലമെന്നും. അതിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ട പെസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേട്ടിരുന്നു പെസ്റ്റൽ എന്താണെന്നുള്ളത്. പൊളിറ്റിക്കൽ, എക്കോളജിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എക്കണോമിക്കൽ ആൻഡ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നീട് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എക്കണോമിക് എൻവയോൺമെന്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ. പ്രധാനമായിട്ട് രണ്ട് ആശയങ്ങളാണുള്ളത്. ഒന്ന് എക്കണോമിക് സിസ്റ്റം, രണ്ട് എക്കണോമിക് പോളിസി. എന്താണ് ഈ എക്കണോമിക് സിസ്റ്റം? സാമ്പത്തികമായിട്ടുള്ള സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതികൾ. സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതികളെ പൂർണ്ണമായിട്ടും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് മുതലാളിത്തം, രണ്ട് സോഷ്യലിസം, മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തത് കേൾക്കാനായിട്ട് പോകുന്നത് എക്കണോമിക് പോളിസീസ് ആണ്, സാമ്പത്തിക നയങ്ങളാണ്. പ്രധാനമായിട്ടുള്ളത് നികുതി നയമുണ്ട്, ധനനയമുണ്ട്, ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക നയമുണ്ട്, വിദേശ വ്യാപാര നയമുണ്ട്, ലൈസൻസിങ് നയങ്ങളുണ്ട്, വ്യാപാരവുമായി ബന്ധപ്പെട്ട വില നിർണയ നയമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. And next we are going to discuss about the monetary policy which is part of economic policy. Economic policy അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ള മോണിറ്ററി പോളിസി അഥവാ ധനനയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് മോണിറ്ററി പോളിസി? മോണിറ്ററി, ദ ടേം മോണിറ്ററി മീൻസ് മണി. മോണിറ്ററി എന്നുള്ള പദം തന്നെ അർത്ഥമാക്കുന്നത് പണം എന്നാണ്. മോണിറ്ററി പോളിസി ഇസ് ദ പോളിസി വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് മണി. പണത്തിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പോളിസി ഇസ് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് മണി ഓർ ക്രെഡിറ്റ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിലെ വില നിയന്ത്രണം അഥവാ അതോടൊപ്പം തന്നെ പണത്തിന്റെ ഒഴുക്കിന്റെ നിയന്ത്രണം, ഈ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് മോണിറ്ററി പോളിസിയുടെ പിന്നിൽ. ആൻഡ് ഇൻ ഇന്ത്യ ദ മോണിറ്ററി പോളിസി ഈസ് ബീങ് ഡിക്ലെയർഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് യൂഷ്വലി ഡസ് സച്ച് ഡിക്ലറേഷൻ ട്വൈസ് ഇൻ എ ഇയർ. ഇന്ത്യയിൽ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മോണിറ്ററി പോളിസിയുടെ ധനനയം പ്രഖ്യാപിക്കുന്നത്. അത് വർഷത്തിൽ 2 തവണ ആണ് സാധാരണഗതിയിൽ ഇവർ പ്രഖ്യാപിക്കുന്നത്. ആൻഡ് ദിസ് മോണിറ്ററി പോളിസി ഇസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസി. ഇതിനെ ക്രെഡിറ്റ് കൺട്രോൾ പോളിസി എന്നും വിളിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് 2 ടൈപ്സ് ഓഫ് പോളിസീസ്. ഫസ്റ്റ് വൺ ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് പോളിസി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് പോളിസി. ആദ്യത്തേത് ക്വാണ്ടിറ്റേറ്റീവ്, പരിമാണാത്മക ധനനയമെന്നും, രണ്ടാമതായിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി എന്നും വിളിക്കുന്നുണ്ട്. അവിടെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ എക്കണോമിക് പോളിസിയെ കുറിച്ചാണ് കേട്ടത്. എക്കണോമിക് പോളിസി പ്രധാനമായിട്ടും 6 പോളിസീസാണ് ഉള്ളത്. അതിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസി എന്നുള്ളതാണ്. അതിൽ മോണിറ്ററി പോളിസിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മണി ഇൻ ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥിതിയിലെ പണത്തിന്റെ ഒഴുക്ക് അല്ല പണത്തിന്റെ മാനേജ്മെന്റ് ആണ് മോണിറ്ററി പോളിസി. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നത് ക്രെഡിറ്റ് കൺട്രോൾ പോളിസി എന്നും ആണ് ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ദ ഒബ്ജക്റ്റീവ്, ഇതിന്റെ ലക്ഷ്യം, ഇറ്റ് ഹാസ് 2 ഒബ്ജക്റ്റീവ്സ്, 2 ലക്ഷ്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദി പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദി റെഗുലേഷൻ ഓഫ് ഫ്ലോ ഓർ സപ്ലൈ ഓഫ് മണി ഇൻ എ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഓർ മണി, പണത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇൻ ഇന്ത്യ ദിസ് credit policy is being announced by or declared by RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ഈ ധനനയം പ്രഖ്യാപിക്കുന്നത്. ഇറ്റ് യൂഷ്വലി ഡസ് സച്ച് ഡിക്ലറേഷൻ ട്വൈസ് ഇൻ ആൻ ഇയർ. ഒരു വർഷം 2 തവണയാണ് സാധാരണഗതിയിൽ ഇവരിങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ആൻഡ് ദിസ് പോളിസീസ് ഇൻക്ലൂഡ് ദ മേജർ 2 other policies, that is quantitative credit control policy as well as qualitative credit control policy. ഈ 2 നയങ്ങളാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ്
പരിമാണാത്മക ധനനയം എന്നും വിളിക്കുന്നു. 2 ക്വാളിറ്റേറ്റീവ് ഗുണാത്മക ധനനയം എന്നും വിളിക്കുന്നു. പരിമാണാത്മക ധനനയമെന്നും ഗുണാത്മക ധനനയമെന്നും അറിയപ്പെടുന്നുണ്ട്. Now we are going to discuss about the first type of credit policy, that is the quantitative credit policy. നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് പോളിസി അഥവാ പരിമാണാത്മക ധനനയത്തെക്കുറിച്ചാണ്. എന്താണ് ഈ പരിമാണാത്മക ധനനയം? ദിസ് പോളിസി ഈസ് കൺസേൺഡ് വിത്ത് ദ റെഗുലേഷൻ ഓഫ് വോളിയം ഓഫ് മണി. ഒരു രാജ്യത്തിലെ പണത്തിൻ്റെ അളവ് എത്രമാത്രം അളവെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമായിരിക്കും അതിനകത്ത് ജലം അടങ്ങിയിരിക്കുന്നത്. കുറെ കൂടെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൂടും. ഇതുപോലെ രാജ്യത്തിലെ പണത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സഹായിക്കുന്ന നയമാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് പോളിസി അഥവാ പരിമാണാത്മക ധന നയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് 3. ഇതിനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കും. ഫസ്റ്റ് വൺ ഇസ് ദി ബാങ്ക് റേറ്റ് പോളിസി. Bank rate policy. Second one is the variable reserve ratio policy, and the third one is the open market operations. First one is the bank rate policy. ബാങ്ക് റേറ്റ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് വേരിയബിൾ റിസർവ് റേഷ്യോ ആണ്, കരുതൽ അനുപാത നയം എന്ന് വിളിക്കും. മൂന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെ പൊതു വിപണിയിൽ ഉള്ള ഇടപെടലാണ്. ഇനി എന്താണ് ഈ ബാങ്ക് റേറ്റ്? സിംപ്ലി ബാങ്ക് റേറ്റ് മീൻസ് ദ റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് ലെൻഡ് മണി ടു ദ കൊമേഴ്സ്യൽ ബാങ്ക്. നിങ്ങൾക്കറിയാം, കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പണം ആവശ്യമുണ്ട്. ദേ ബോറോ ദിസ് മണി ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്സ് യൂഷ്വലി ബോറോ ദിസ് മണി ഫ്രം റിസർവ് ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള പണം റിസർവ് ബാങ്കിന്റെ പക്കൽ നിന്നാണ് കടമെടുക്കുന്നത്. ആൻഡ് റിസർവ് ബാങ്ക് വിൽ ചാർജ് ഇൻട്രസ്റ്റ് ഫോർ സച്ച് ലെൻഡിങ്. ഇങ്ങനെ കടം കൊടുക്കുമ്പോൾ അവർ പലിശ ഈടാക്കും. ആൻഡ് സച്ച് റേറ്റ് ഇസ് നോൺ ആസ് ബാങ്ക് റേറ്റ്. ഇങ്ങനെ ഈടാക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പലിശ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ബാങ്ക് റേറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് 2. ബാങ്ക് റേറ്റ് പ്രധാനമായിട്ട് 2 രീതിയിലുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഫസ്റ്റ് വൺ ഇസ് ദ റിപ്പോ റേറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. ആദ്യത്തെ റിപ്പോ നിരക്കെന്നും രണ്ടാമത്തെ റിവേഴ്സ് റിപ്പോ നിരക്കും. റിപ്പോ നിരക്ക് വളരെ എളുപ്പമാണ്. റിപ്പോ റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ലെൻഡ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്. റിസർവ് ബാങ്ക് സാധാരണ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് അല്ലെ വാണിജ്യ ബാങ്കുകൾക്ക് പണം നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. സെക്കൻഡ് വൺ ഇസ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഗീവ് ഇൻട്രസ്റ്റ് ഫോർ ദ മണി ദേ ഹാവ് ബോറോഡ് ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ നിന്ന് ചില സമയത്ത് റിസർവ് ബാങ്ക് പണം കടമെടുക്കും. ആ സമയങ്ങളിൽ റിസർവ് ബാങ്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് എ വേരിയബിൾ റിസർവ് റേഷ്യോ. കരുതൽ അനുപാതങ്ങളാണ്. ദാറ്റ് ഈസ് എവറി കൊമേഴ്സ്യൽ ബാങ്ക്സ് in our country has to keep a certain proportion of the reserve with the Reserve Bank of India. എല്ലാ വാണിജ്യ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ പക്കൽ ഒരു നിശ്ചിത അളവിൽ കരുതലായിട്ട് ചില കാര്യങ്ങൾ പണമോ അല്ലെങ്കിൽ മറ്റ് ആസ്തികളോ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള കരുതൽ ധനത്തെ അല്ല കരുതൽ അനുപാതത്തെയാണ് വേരിയബിൾ റിസർവ് റേഷ്യോ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ദിസ് വേരിയബിൾ റിസർവ് റേഷ്യോസ് ഓൾസോ ഇൻക്ലൂഡ് ദ ഫോളോയിങ് 2. ഫസ്റ്റ് വൺ ഇസ് ദ CRR, ക്യാഷ് റിസർവ് റേഷ്യോ. സെക്കൻഡ് വൺ ഇസ് ദ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ പക്കൽ ഒരു നിശ്ചിത പണം ആണ് കരുതലായിട്ട് സൂക്ഷിക്കുന്നതെങ്കിൽ അതിനെ CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്നും, അതല്ല മറ്റു തരത്തിലുള്ള ലിക്വിഡ് അസറ്റുകളാണ്, പെട്ടെന്ന് പണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന അസറ്റുകളെയാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് സ്വർണ്ണമാകാം, മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അസറ്റുകളൊക്കെ ആകാം. അപ്പോൾ ഇങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള കരുതലിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് ഓപ്പറേഷൻ, മൂന്നാമത്തെ ഒരു രീതിയിലൂടെ പണത്തിന്റെ വോളിയത്തെ അവർ അഡ്ജസ്റ്റ് ചെയ്യും റിസർവ് ബാങ്ക്. ആൻഡ് ദാറ്റ് വൺ ഈസ് ദി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഹിയർ ദ റിസർവ് ബാങ്ക് യൂഷ്വലി ഗോ ഇൻ ടു ദ മാർക്കറ്റ് ഓർ പർച്ചേസ് ഓർ സെൽ സെക്യൂരിറ്റീസ് ടു കൺട്രോൾ ദ വോളിയം ഓഫ് മണി. പണത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൈവശമുള്ള ഓഹരികളെ, വിവിധ തരത്തിലുള്ള ഓഹരികളെ വിൽക്കുകയും അതുപോലെ വാങ്ങുകയും ചെയ്യും. അപ്പം വിൽക്കുന്നതിൻ്റെ വാങ്ങുന്നതിൻ്റെയൊക്കെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഞാൻ വിൽക്കുകയാണെങ്കിൽ എനിക്ക് പണം കിട്ടും. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കയ്യിലിരിക്കുന്ന ഓഹരികൾ വിറ്റാൽ റിസർവ് ബാങ്കിന് പണം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റിലുള്ള പണത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ സാധിക്കും.
നേരെ തിരിച്ച് മാർക്കറ്റിൽ പണം കുറവാണ്, റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഓഹരികൾ വാങ്ങും. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പണം നേരെ മാർക്കറ്റിലേക്ക് ചെല്ലും. ഇത്തരത്തിലൊക്കെയാണ് റിസർവ് ബാങ്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് പോളിസിയിലൂടെ അല്ലെങ്കിൽ പരിമാണാത്മക ധനനയത്തിലൂടെ രാജ്യത്തിലെ പണത്തിന്റെ അളവിനെ, വോളിയം ഓഫ് മണിയെ നിയന്ത്രിക്കുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് ദി ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസി. ദാറ്റ് ഇസ് ദ ഡിസൈഡിങ് ഓർ കൺട്രോളിങ് ദ ക്വാളിറ്റി ഓഫ് ക്രെഡിറ്റ്. ഒരു രാജ്യത്തിലെ പണത്തിന്റെ മൂല്യം, അതിന് ചില മാർഗങ്ങളൊക്കെ അവർ അവലംബിക്കുന്നുണ്ട്. ആൻഡ് ദ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസീസ് ഇൻക്ലൂഡ്സ് ദി മോറൽ സുവേഷൻ, ഡിസൈഡിങ് ദ മാർജിൻ റിക്വയർമെന്റ്സ്, ഡയറക്റ്റ് ആക്ഷൻ, ക്രെഡിറ്റ് റേഷനിങ് എക്സെട്ര. അതിന് റിസർവ് ബാങ്ക് രാജ്യത്തിന്റെ പണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ചില മാർഗങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. അതിന് ഒന്നാമതായിട്ട് ചെയ്യുന്നത് മാർജിൻ റിക്വയർമെന്റിന്റെ റേറ്റ് തീരുമാനിക്കുക. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരിക്കലും ലോണിന്റെ പൂർണ്ണ തുകയും, ഞാനിപ്പം 5 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതെങ്കിൽ ഞാൻ ഒരു പ്രോജക്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ലോൺ അപ്ലൈ ചെയ്താൽ അവർ 5 ലക്ഷവും തരത്തില്ല. അസറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം. ഇപ്പോൾ ഒരു വാഹനം എടുക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു ബൈക്ക് എടുക്കാനായിട്ട് പോകുന്നു, 1 ലക്ഷം രൂപയാണ് ബൈക്കിന്റെ വില. ഞാൻ ലോൺ അപ്ലൈ ചെയ്തെങ്കിൽ അവർ അതിന് 70,000 അല്ല 75,000 രൂപ മാത്രമേ തരികയുള്ളൂ. അപ്പോൾ ടോട്ടലിന്റെ 75% മാത്രമേ തരികയുള്ളൂ. ബാക്കി 25% വി ഹാവ് ടു കോൺട്രിബ്യൂട്ട്, നമ്മളാണ് കൊടുക്കേണ്ടത്. ഇതിനെയാണ് മാർജിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കൂട്ടിയും കുറച്ചുമായിരിക്കും. ചിലപ്പോൾ 80% ആക്കും, ചിലപ്പോൾ 90% വരെ തരും, ചിലപ്പോൾ 70 തരത്തുള്ളൂ, ചിലപ്പോൾ 60% തരത്തുള്ളൂ. ഇങ്ങനെയാണ് മാർജിൻ റിക്വയർമെന്റ്സ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പണത്തിന്റെ മൂല്യം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദി മോറൽ സുവേഷൻ. ബാങ്കുകൾ പലപ്പോഴും വേണ്ട രീതിയിൽ പണം പൊതുജനങ്ങൾക്ക് കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാകാം. അത്തരത്തിലൊക്കെ വരുമ്പോഴും ബാങ്കുകളെ പ്രേരിപ്പിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ല എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണം, അഗ്രികൾച്ചർ ലോൺ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ട മോറൽ സുവേഷൻ. ഇതൊക്കെ അനുസരിക്കാതെ വരികയാണെങ്കിൽ ചിലപ്പം റിസർവ് ബാങ്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡയറക്റ്റ് ആക്ഷൻ. നേരിട്ട് പ്രവർത്തിക്കുക, വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ദ അതർ വൺ ഇസ് എ ക്രെഡിറ്റ് റേഷനിങ്. കടം കൊടുക്കുന്നതിനൊക്കെ അളവ് നിശ്ചയിക്കും. ലോണിന് എത്ര ശതമാനം വരെ ലോൺ കൊടുക്കാം. അഗ്രികൾച്ചർ ലോണൊക്കെ ചില സമയങ്ങളിൽ കൂടുതൽ കൊടുക്കും. നിങ്ങൾക്കറിയാം, ഗോൾഡ് ബേസ്ഡ് അഗ്രികൾച്ചർ ലോൺ ഉണ്ട്. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാതിരിക്കും, ചിലപ്പോൾ കൂടുതൽ തുക കൊടുക്കും, ചിലപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് 2 പോളിസീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് മോണിറ്ററി പോളിസി. ധനനയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് പരിമാണാത്മക ധനനയം, 2 ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് പോളിസി ഗുണാത്മക ധനനയം. പരിമാണാത്മകം 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ബാങ്ക് റേറ്റ് പോളിസി, second one is the variable reserve ratio policy, third one is the open market operation. ക്വാളിറ്റേറ്റീവ് ആയിട്ടും 2-3 കാര്യങ്ങളുണ്ട്, നമ്മൾ കേട്ടതാണ്. മാർജിൻ റിക്വയർമെന്റ്സ്, മോറൽ സുവേഷൻ, ക്രെഡിറ്റ് റേഷനിങ്, ഡയറക്റ്റ് ആക്ഷൻ എക്സെട്ര. ദി നെക്സ്റ്റ് എക്കണോമിക് പോളിസി ഈസ് ദ ഫിസ്ക്കൽ പോളിസി. അടുത്ത എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിനകത്ത് വരുന്നതാണ് നികുതി നയം. എന്താണ് നികുതി നയം? ദിസ് പോളിസി ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. രാജ്യത്തിൻ്റെ വരുമാനവും അതിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ്. ആ ടാക്സിൽ നിന്ന് കിട്ടുന്ന പണമാണ് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈഡഡ് യൂഷ്വലി ഇൻ ദ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ത്രൂ ബഡ്ജറ്റ്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനം അല്ലെങ്കിൽ ചെലവ് അവതരിപ്പിക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫിസ്ക്കൽ പോളിസി ഈസ് ഓൾസോ നോൺ ആസ് ടാക്സ് പോളിസി. ഫിസ്ക്കൽ പോളിസി വിളിക്കുന്ന മറ്റൊരു പേരാണ് ടാക്സ് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടാക്സ് പോളിസി ഓർ ഫിസ്ക്കൽ പോളിസി വാസ് അഡ്വക്കേറ്റഡ് ബൈ ദ ഫേമസ് എക്കണോമിസ്റ്റ് J.M. കീൻസ്. J.M. കീൻസ് ആണ് ആദ്യമായിട്ട് ടാക്സ് പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയെ കുറിച്ച് കാര്യമായിട്ട് ഉള്ള ഒരു അറിവ് നമുക്ക് പകർന്നു തന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ഓഫ് ഫിസ്ക്കൽ പോളിസീസ് ഇൻക്ലൂഡ്, പ്രധാനപ്പെട്ട നികുതി നയങ്ങളിനകത്ത് വരുന്നതാണ് ടാക്സേഷൻ പോളിസി. നികുതി പിരിവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്, പ്രത്യക്ഷ പരോക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി, പൊതു ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പബ്ലിക് ഡെറ്റ് പോളിസി, പൊതു കടമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡെഫിസിറ്റ് ഫിനാൻസിങ്, പലപ്പോഴും ഗവൺമെൻറ് നമുക്കറിയാം മിച്ച ബഡ്ജറ്റും കമ്മി ബഡ്ജറ്റും ഒക്കെ കേട്ടിട്ട് ഉണ്ടാവും. അതിൽ കമ്മി ബഡ്ജറ്റാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പണം ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഷോർട്ടേജ് ആണ്. ദേ വിൽ ഹാവ് ടു ബോറോ, അങ്ങനെയാണ് പണം കണ്ടെത്തേണ്ടതായിട്ട് വരും. അതിനെയാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടേം
or we are going to discuss is the importance of economic environment. ഇനി നമ്മൾ എന്താണ് ഈ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് കേൾക്കാനായിട്ട് പോകുന്നത്. The importance of economic environment includes, first one is, it helps in identifying the opportunities and threats to the economy. നമ്മുടെ എക്കോണമിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ത്രെഡ്സ്, ഭീഷണികൾ എന്തൊക്കെയാണ്. സെക്കൻഡ് വൺ ഇസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗിവിംഗ് ഡയറക്ഷൻ ടു ഗ്രോത്ത്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം ചെയ്താൽ പറ്റും, രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ മെച്ചപ്പെടുത്താം. നെക്സ്റ്റ് വൺ ഇസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ലേണിംഗ്. രാജ്യത്തിൻ്റെ എക്കോണമി പഠിച്ച് അതിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി എത്തരത്തിലൊക്കെ അതിന് ചേഞ്ചസ് വരുത്താം. അപ്പോൾ കണ്ടിന്യൂസ് ലേണിങ്ങിന് സഹായിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇമേജ് ബിൽഡിംഗ്. ഒരു രാജ്യത്തിൻ്റെ പ്രശസ്തി അല്ലെ വളർച്ച ആണ് രാജ്യത്തിൻ്റെ പ്രശസ്തി, അത്തരത്തിലുള്ള വളർച്ച അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എക്കണോമിക് എൻവയോൺമെൻറ്റ് പഠനം സഹായിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് കോമ്പറ്റീഷൻ. മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു മാത്സര്യ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഒരു എക്കോണമിയുടെ സ്ട്രെങ്ത്, ഒരു എക്കോണമിയുടെ വീക്ക്നെസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ബിസിനസ് യൂണിറ്റ്സ് ആണ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് യൂണിറ്റ്സ് ഒരു എക്കോണമിയിൽ പ്രവർത്തിക്കുമ്പോൾ എക്കോണമിക് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദി ഇമ്പോർട്ടൻസ് ഓഫ് എക്കോണമിക് എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ് is especially very important.